സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോവാം. അപ്പൊ ടിക്കറ്റ് ടു ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ടിക്കറ്റ് ടു ഫിനാലെ തൂക്കാൻ സാധ്യതകൾ ആർക്കൊക്കെയാണ് എന്നത്. അപ്പം നമ്മൾ ആര്യന്, ആദില, നൂറ, സാബുമാൻ ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അവരുടെ ആ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ നോർമൽ അധികം മസിൽസ് അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ കുറച്ച് പേരാണ്. സോ ഇവർക്ക് സാധ്യതകൾ കൂടുതലാണ് ഈ പറയുന്നത് പോലെ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ അത് വെച്ചും അതുപോലെ നമ്മുടെ ആദില, നൂറ ഇവരിൽ നമ്മൾ ടോപ്പ് 6ലേക്ക് അല്ലെങ്കിൽ ടോപ്പ് 5ലേക്കുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഞാൻ മുന്നേ ഇട്ടിരുന്നു. അവരിലും ഞാൻ ആദില, നൂറയിൽ ഒരാള് ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 5ലേക്ക് വരാനുള്ള സാധ്യതകളെ പറ്റിയും പറഞ്ഞിരുന്നു. രണ്ടുപേരും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അവരുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ടും. സോ ഇപ്പോൾ ആ 3 ടാസ്കുകൾ അല്ലെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലയിലെ 3 ടാസ്കുകൾ കഴിഞ്ഞു. 4ാമത്തെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ നിലവിൽ നൂറയ്ക്ക് നല്ലൊരു ലീഡിംഗ് സ്കോറാണ് കണ്ടുവരുന്നത്. സോ ആര്യനും നൂറയുമാണ് ലീഡിങ്ങിൽ നിൽക്കുന്നത്. ഇപ്പോഴും നമുക്കൊരു ഉറപ്പിക്കാനൊന്നും സാധിക്കത്തില്ല. ഇനിയും പലരും മുന്നിലേക്ക് കയറി വരാം. ചിലപ്പോൾ നൂറ പുറകിലേക്ക് പോകാം. പുറകിൽ നിൽക്കുന്ന പലരും മുന്നിലേക്ക് കയറി വരാം. വരും ടാസ്കുകളിലൊക്കെ അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ. സോ ഞാൻ പറഞ്ഞു വരുന്നത് നൂറയും ആദിലയും ഈ ഒരു സാഹചര്യത്തിൽ ടോപ്പ് 5ലേക്ക് അല്ലെങ്കിൽ ടോപ്പ് 6ലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ ഇതുപോലെ നല്ലൊരു ഗെയിമുകളിലൊക്കെ നല്ല ആക്റ്റീവ് ആണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ നിലപാടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ടാസ്കുകളിലോ പ്രത്യേകിച്ച് ആക്റ്റീവ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരാളാണ് നൂറ. എന്നാൽ പോലും ഇൻഡിവിജ്വൽ ടാസ്കുകൾ വരുമ്പോൾ നൂറ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു സീസണിൽ 1-2 ടാസ്കുകൾ മാത്രമേ നൂറയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. എന്നാൽ പോലും ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോൾ നൂറ നല്ല രീതിയിൽ നിൽക്കും. സോ നമ്മുടെ ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ എന്നൊക്കെ പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട ടാസ്കുകളാണ്. സോ നൂറയ്ക്ക് സ്കോർ ചെയ്യാൻ നല്ല രീതിയിൽ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നൂറ ചിലപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ വിന്നാകാനുള്ള സാധ്യതകളുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ നൂറ വിൻ ആയിക്കഴിഞ്ഞാൽ ടോപ്പ് 5ൽ ഉറപ്പിച്ചു കഴിഞ്ഞ് നൂറ 13ാം ആഴ്ചയിലെ നോമിനേഷൻസ് അല്ലെങ്കിൽ എവിക്ഷനിൽ നിന്ന് മാറി നൂറ ഫ്രീ ആയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ടോപ്പ് 5ലേക്ക് അല്ലെങ്കിൽ ടോപ്പ് 6ലേക്ക് എത്തപ്പെടും. സോ ഓട്ടോമാറ്റിക്കലി നൂറയ്ക്കും അല്ലെങ്കിൽ ആദിലയ്ക്കും സ്പ്ലിറ്റ് ചെയ്തൊരു വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. നൂറയ്ക്ക് പോകേണ്ട വോട്ടുകളെല്ലാം തന്നെ നമുക്ക് ആദിലയ്ക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. ഇവരുടെ രണ്ടുപേരുടെയും ഫാൻസിനെ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നോമിനേഷൻസിൽ വന്നാൽ മാത്രമാണ് ഈ ഒരു അവസരത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ വോട്ടിങ്ങിൽ സ്പ്ലിറ്റ് പോകുകയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടസ്റ്റൻസ് ഇവരിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതൽ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നൂറ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വിൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയില്ലായിരുന്നു. കാരണം ഇപ്പോൾ പോകുന്ന ആ ഒരു പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ടൈറ്റാക്കി മുന്നോട്ട് പോയി നല്ല രീതിയിൽ സ്കോറിങ്ങുമായിട്ട് മുന്നോട്ട് വരും മത്സരങ്ങളിലൊക്കെ നൂറയ്ക്ക് വരാൻ സാധിച്ച് TTF വിൻ ചെയ്യാൻ സാധിച്ചാൽ ഈസി ആയിട്ട് നൂറയ്ക്കും ആദിലേക്കും ഈ പറയുന്ന ടോപ്പ് 5 ടോപ്പ് 6ലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ആദിലായിരിക്കും ഈ പറയുന്ന TTFൽ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് നടത്തുക എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ മൊത്തത്തിലുള്ള ആക്റ്റീവ്നെസ് ഒക്കെ നോക്കിയിട്ട്. എന്നാൽ നൂറയാണ് കുറച്ചും കൂടെ കയറി വരുന്നത്. ഇതിപ്പോൾ നൂറയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആദിലയാണെന്നുണ്ടെങ്കിലും ഒരാള് ഈ പറയുന്ന പോലെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് ടോപ്പ് 5ലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ആദിലയ്ക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ടോപ്പ് 5ലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ മറ്റൊരു കണ്ടസ്റ്റൻസിന്റെ ചാൻസ് അവിടെ നഷ്ടമാകും. ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഫേവറിസം കാണിച്ച് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അക്ബറിനെയും അതുപോലെ തന്നെ ആര്യനെയൊക്കെ ടോപ്പ് 5നുള്ളിൽ കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ അവര് നടത്തുന്നുണ്ട്. അതിനൊരു തിരിച്ചടി ആയിരിക്കും ഇവരിൽ ആരെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ. മാക്സിമം എനിക്ക് തോന്നുന്നു ആര്യനെ വിൻ ചെയ്യിപ്പിക്കാനുള്ള പരിപാടികളൊക്കെയാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും. അതിന് ഫേവർ ആയിട്ടുള്ള ഗെയിമുകളൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്താണെങ്കിലും അതിനെ ഓവർകം ചെയ്തിട്ട് ബിഗ് ബോസിന്റെ പ്ലാനുകളെ അട്ടിമറിച്ച് നൂറ ഇതിലേക്ക് വിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ടോപ്പ് 5 തന്നെ മൊത്തത്തിൽ മാറിമറിയും. കാരണം ആ നൂറ കയറി വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് തരികിട കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആദിലിനെ എവിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രേക്ഷക സപ്പോർട്ടൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ട്. സോ അത് ഒറ്റ കണ്ടസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദില അല്ലെങ്കിൽ നൂറ ഒരാൾ TTF വിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ ഈസി ആയിട്ട് ഈ പറയുന്ന ടോപ്പ് 5ലേക്ക് എത്തുകയും ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോലും വിചാരിച്ചിരിക്കുന്ന ഗെയിം കളിക്കുന്ന ഗെയിമേഴ്സ് ആയിട്ട് തോന്നിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് അനുസരിച്ച് നിൽക്കുന്നവരുടെ ഒരു ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 5 ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ബിഗ് ബോസിന്റെ ഒരു പ്ലാനിങ്ങിലും കാണും. അവരിൽ നിന്ന് ഒരാൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇവർ രണ്ടുപേരും
കൂടി അതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ ഇതൊരു നല്ലൊരു ഭാഗ്യം കൂടി ഇവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ടോപ്പ് 5 എത്താനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. മുന്നോട്ടുള്ള ഗെയിമുകളിൽ ഇവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇരിക്കും. നൂറ് അതൊന്ന് മനസ്സിലാക്കി ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആര്യനെ വെട്ടിച്ച് അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റിനെ വെട്ടിച്ച് ടിക്കറ്റ് ടു ഫിനാലെ തൂക്കിയാൽ ഈ ഒരു ടോപ്പ് 5 രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. നമുക്ക് നോക്കാം. ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളിലും എനിക്ക് പേഴ്സണലി സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. പിന്നെ ഇന്ന് കുത്തലും ചതിയും വഞ്ചനയും തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിന്നാകണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകണമെന്നോ ഒന്നും പേഴ്സണലി എനിക്ക് താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബട്ട് ഞാൻ മൊത്തത്തിൽ ഇവരുടെ ഈ ഒരു സപ്പോർട്ടും നിലവിലെ ഈ ടിക്കറ്റ് ടു ഫിനാലയിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് ടോപ്പ് 5ലേക്കുള്ള ഇവരുടെ സാധ്യതകൾ. സോ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.